ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ കഴിഞ്ഞ റമദാനിന് ഇതുപോലെ തന്നെ ഒരു സീറോ കാർബ്സ് ഡയറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡയറ്റ് ചാലഞ്ച്, വെയിറ്റ് ലോസ് ചാലഞ്ച്, സീറോ കാർബ്സിൻ്റെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് 10 days ചാലഞ്ചാണത്. പക്ഷേ അടിപൊളി റിസൾട്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഈ ഒരു റമദാനിലും ഒരു 10 days ചാലഞ്ച് വെക്കാനുള്ള ഒരു ഇതിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സീറോ കാർബ്സാണിത്. 10 days ചാലഞ്ചാണ്. എത്രത്തോളം വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 days ആണ്. സോ മാക്സിമം നമ്മൾ ഇതിനോട് എന്താ പറയുക, ഒരുപാട് ഇതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഈ ഒരു മാസം നിങ്ങൾക്ക് മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. സോ 10 days ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വെയിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എത്രയാണ് വെയിറ്റ് എന്ന്. 10 days കഴിഞ്ഞിട്ട് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ അതുപോലെ തന്നെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. സോ ഇത് സീറോ കാർബ്സാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നമുക്ക് കാർബ്സ് ഇല്ലാണ്ട് ഒരിക്കലും എന്താ പറയുക, എനർജി ഉണ്ടാവില്ല ബോഡിയിൽ. സോ ഇതൊക്കെ പറ്റും. സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ 10 days കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച്, മിനിമം 5 kg അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ മീൽസിലേക്ക് കിടക്കുക. നമ്മൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക ഒന്ന് ജസ്റ്റ് കേട്ടോ. ഓക്കെ, സോ നോമ്പ് മുറിക്കുന്ന സമയം, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ ഒരു 5 ആൽമണ്ട്സും 2 വാൾനട്ട്സും സോക്ക് ചെയ്ത് വെക്കുക. അതിന് കൂടെ തന്നെ ഒരു ഡ്രൈ കാരക്ക, ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ്. ഇത് നിങ്ങൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എനി ഡിറ്റോക്സ് ഡ്രിങ്ക്, നമ്മൾ ഒരുപാട് ഡിറ്റോക്സ് ഡ്രിങ്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആപ്പിൾ സിഡർ വിനീഗർ, അതുപോലെ ചിയ സീഡ് വാട്ടർ, ലെമൺ വാട്ടർ, അതുപോലെ ജീര വാട്ടർ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്, ഡിറ്റോക്സ് ഡ്രിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അതിൻ്റെ കൂടെ കുടിക്കുക. കൂടെ തന്നെ 2 ഗ്ലാസ് വാട്ടർ കൂടെ കുടിക്കുക. അതിനുശേഷം നമസ്കാര ശേഷം നമ്മൾ കഴിക്കേണ്ട മെയിൻ മീൽ എന്ന് പറയുന്നത് ഒരു 200 gram ചിക്കൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 200 gram ഫിഷ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫും കഴിക്കാം. ഒരു 150 gram ബീഫ്, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ്, ഒരു ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 egg കഴിക്കുക. 4 egg വൈറ്റ്, 2 ഫുൾ എഗ്ഗ് കഴിക്കുക. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 egg വൈറ്റും 2 വോൾ എഗ്സും കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് വെജീസ് ആഡ് ചെയ്യാം. വെജീസ് ലൈക്ക് കുക്കുംബർ, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെയൊക്കെ നമുക്ക് വെജിറ്റബിൾസ് കുറച്ച്. അതിൻ്റെ കൂടെ തന്നെ യോഗേട്ട്, ലോ ഫാറ്റ് യോഗേട്ട് നിങ്ങളൊരു 30 gram, 20 to 30 gram വരെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ മെയിൻ മീൽ. നോമ്പ് തുറന്നിട്ട് നമസ്കാര ശേഷം നമ്മൾ കഴിക്കേണ്ട മെയിൻ മീലാണത്. ഇനി ബിഫോർ ബെഡ് നിങ്ങൾ എഗെയിൻ ഒരു 2 egg വൈറ്റ് കൂടെ നിങ്ങൾ കഴിക്കാം. പ്രോട്ടീൻ എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അത്രത്തോളം നമ്മൾ വെയിറ്റ് റിഡക്ഷൻ നമുക്ക് ഉണ്ടാവും, നല്ലതാണ്. ഓക്കെ, പിന്നെ അത്താഴം, നമ്മൾ സുഹൂറിൽ നിങ്ങൾ കഴിക്കേണ്ടത് അഗെയിൻ ഒരു 3 egg വൈറ്റാണ്. 3 egg വൈറ്റ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു റോബസ്റ്റ പഴം. ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിലും വെജിറ്റബിൾ സലാഡ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ മെയിനായി ശ്രദ്ധിക്കേണ്ടത് വെള്ളം നിങ്ങൾ മാക്സിമം കൺസ്യൂം ചെയ്യുക. നമുക്ക് നോമ്പ് മുറിച്ചതിന് ശേഷം മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എക്സസൈസ്, ഒരുപാട് കഠിനമായിട്ടൊന്നും എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1 hour നടക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ 10 days കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, മറക്കാണ്ട്. അതുപോലെ തന്നെ സ്ലീപ്പിംഗ്, ഉറക്കം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നിങ്ങൾ എത്രത്തോളം ഉറങ്ങുന്നോ, 8 to 10 hours നിങ്ങൾ ഉറങ്ങുന്നോ അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.